ഇപ്പോൾ ശ്രീ പ്രൊഫസർ അനു ഗോപിനാഥ് ഉണ്ട്, കുഫൂസിലെ ഫാക്കൽറ്റിയാണ് അദ്ദേഹം. ശ്രീ അനു ഗോപിനാഥ്, ഇപ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ വിധത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തീരത്തേക്ക് വരാൻ 10% സാധ്യതയുള്ളൂവെങ്കിൽ പോലും തമിഴ്നാട് അല്ലെങ്കിൽ ശ്രീലങ്കയുടെയൊക്കെ തീരങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്താമെന്നാണ്. ഇതെങ്ങനെയാണ് പൊതുവെ ഇതിൻ്റെ ഒരു അപകട സാധ്യതയെ വിലയിരുത്തുന്നത്? ഒപ്പം എത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ആശങ്കയിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയും? തീർച്ചയായും ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ഇത് കൂടുതലും തമിഴ്നാടൻ ശ്രീലങ്കൻ തീരത്തേക്കാണ് കണ്ടെയ്നറുകൾ പോകാൻ സാധ്യത എന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നേരത്തെ ശ്രീ റിയാസ് പറഞ്ഞ പോലെ തന്നെ ഈ കപ്പലിലെ എല്ലാ കണ്ടെയ്നറുകളിലും ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളിലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഓർഗാനിക് സോൾവെന്റ്സ് ധാരാളമായിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരു വെറൈറ്റി ഓഫ് ലിക്വിഡ് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികളും ഈ കപ്പലിൽ ഒരുപാട് കണ്ടെയ്നറുകളിലുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ എത്രയൊക്കെ തീയണയ്ക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നമുക്ക് ഈ ദുരന്തത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചാലും, എൻ്റെ ഒരു വലിയ ആശങ്ക ഇതിൽ എത്രത്തോളം കണ്ടെയ്നറുകൾ നമുക്ക് തീ പിടിക്കാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇതിൽ ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളിലും, പ്രത്യേകിച്ച് ഓർഗാനിക് സോൾവെന്റ്സ് ഉള്ള കണ്ടെയ്നറുകളിൽ ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായ ഒരു അവസ്ഥാവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിൽ പലതും കടലിലേക്ക് തന്നെ വീണിട്ടുണ്ടാകാം. അപ്പൊ അത്തരമൊരു അവസ്ഥയിൽ ഇത് കേരള തീരത്ത് നിന്ന് തമിഴ്നാട് തീരത്തേക്കും അല്ലെങ്കിൽ ശ്രീലങ്കൻ തീരത്തേക്ക് പോയാൽ തന്നെയും നമ്മൾ ഒരു ലോകവ്യാപകമായ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയുമ്പോൾ നമ്മളുടെ എല്ലാ കടൽ തീരങ്ങളിലും, അതായത് പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ട്രാൻസ്ബൗണ്ടറിയാണ്. അതായത് കേരള തീരത്തിൽ ഉണ്ടാകുന്ന ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് കേരള തീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, തമിഴ്നാട് തീരത്തെ പൊല്യൂഷൻ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പൊ മൊത്തം നമ്മുടെ കേരള തീരത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് തീരപ്രദേശങ്ങളിലേക്കാണെങ്കിലും കടലിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള എത്തരത്തിലുള്ള പൊല്യൂഷനുകളെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതാണ്. കേരള തീരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ള ഒരു ആശ്വാസമല്ല നമ്മളിതിൽ പങ്കുവയ്ക്കേണ്ടത്. നമ്മളുടെ ഇവിടെയുള്ള പൊല്യൂഷന്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ തീർത്തും നമ്മളുടെ കേരള തീരത്ത് നിന്ന് ഈ കണ്ടെയ്നറുകൾ പോയത് കൊണ്ട് മാത്രം അവിടെ ഒരു കെമിക്കൽ സ്പില്ല് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓൾറെഡി ഒട്ടനവധി കണ്ടെയ്നറുകൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കേരള തീരത്ത് തന്നെ പതിച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം കേരള തീരത്ത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആഗോള വ്യാപകമായിട്ട് കടലിനുണ്ടാകുന്ന എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും നമ്മൾ ആഗോള വ്യാപകമായി തന്നെ ചർച്ച ചെയ്യണം. അതല്ലാതെ അത് ശ്രീലങ്കൻ തീരത്തേക്കോ തമിഴ്നാട് തീരത്തേക്കോ പോയി എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരു ആശ്വാസമാകാൻ പാടില്ല. കാരണം കടലിലെ എല്ലാ ഇപ്പോ പ്രാഥമികമായ അധികൃതർ എല്ലാവരും പരിഗണന നൽകുന്നത് ഈ തീ അണയ്ക്കുക, അത് നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങ് പറഞ്ഞതുപോലെ ലോകവ്യാപകമായ ഒരു മലിനീകരണം എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിന് ശേഷം ഉണ്ടാകുന്ന നടപടികളും പഠനങ്ങളും എങ്ങനെയായിരിക്കും? ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് നിയമവ്യവസ്ഥ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന് ശേഷം ഉണ്ടാകുന്നത്, അതായത് കേരള തീരത്തിനുണ്ടായ മത്സ്യസമ്പത്തിനുണ്ടായ കോട്ടം, ഇതുകൊണ്ട് എന്ത് കോട്ടമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള തീരത്ത് ഈ ഒരു കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളും, അതായത് കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളും കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളും എല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. എത്തരത്തിലുള്ള കെമിക്കലുകളാണ് നമ്മൾ ഈ കണ്ടെയ്നറുകളുടെ ലിസ്റ്റുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കെമിക്കലുകളും നമ്മുടെ കേരള തീരത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ബാധിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കൂടി തീർച്ചയായിട്ടും പഠനങ്ങൾ നടത്തിയിട്ട് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. കാരണം കണ്ടെയ്നറുകളുടെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വിലയിരുത്താൻ പറ്റില്ല. കാരണം പരിസ്ഥിതി എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തിയതിനു ശേഷം മാത്രമേ അത്തരം കൺക്ലൂഷൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഒറ്റ കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ഈ അപകടങ്ങൾ ആ വഴിയുള്ള കപ്പൽശാലകളെ ഏതെങ്കിലും നിലയിൽ ബാധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? കപ്പൽ ചാലുകളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ഒരു നാവിഗേഷൻ എക്സ്പേർട്ട് അല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം സാധ്യതകൾ കുറവായിരിക്കും. അതായത് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അത്തരം സാധ്യതകൾ കുറവായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.